ഹായ് കൂട്ടുകാരെ, നമുക്കൊരു പുതിയ പാഠത്തിലേക്ക് കടക്കാം. കാട്ടിലെ മഴ. വീടിൻ്റെ തിണ്ണയിലിരുന്ന് മഴ കാണുന്ന കുട്ടിയെ ഈ യൂണിറ്റിൻ്റെ തുടക്കത്തിൽ പരിചയപ്പെട്ടു. ഓർമ്മയുണ്ടോ? വീടിൻ്റെ മുറ്റത്തിരുന്ന് ഒരു കിളിയെ കാണുന്നു, മഴ വീഴുന്നത് കാണുന്നു. അത് നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? കാട്ടിൽ മഴ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാവും? ഈ ലേഖനം വായിക്കൂ. കാട്ടിലെ മഴ. ഈ സോമനാഥിൻ്റെ ഇലകളിൽ ചോരുന്ന ആകാശം എന്ന കൃതിയിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് കാട്ടിലെ മഴ. ഇതിലെന്തായിരിക്കാം പറഞ്ഞിരിക്കുന്നത്? കടുത്ത വേനലിൽ കാട്ടിലെ മരങ്ങളെല്ലാം ഉണങ്ങിപ്പോയി. പിന്നെ ആദ്യമായിട്ട് മഴ പെയ്യുന്നു. ആ മഴ പെയ്യുന്നിട്ട് കാട്ടിലുണ്ടാകുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. ആ ചിത്രം ഒന്ന് നോക്കിയേ. മരങ്ങളിൽ ഇലകളൊന്നും ഇല്ല അല്ലേ? പിന്നെ മരങ്ങളുണ്ട്. അവിടെ എന്തൊക്കെയുണ്ട്? മരങ്ങളുണ്ട്. മരങ്ങളിലെ ഇലകളൊന്നുമില്ല. ഒരു പക്ഷി മേലോട്ട് നോക്കിയിരിക്കുന്നു. പിന്നെ ഒരു പാറയുണ്ട്. ഒരു അരുവിയുണ്ട്. ഇതൊക്കെയുണ്ട്. മൃഗങ്ങളെയൊന്നും കാണാനില്ല അല്ലേ? ഓക്കെ, നമുക്ക് കഥ വായിച്ചു നോക്കാം. ഇന്നലെ കാട്ടിൽ കന്നിമഴ പെയ്തു. കന്നിമഴ എന്ന് വെച്ചാൽ ഇപ്പോഴും കുറേ നാളുകൊണ്ട് മഴ പെയ്യുന്നില്ല. കന്നി എന്ന് വെച്ചാൽ കന്നിമഴ എന്ന് വെച്ചാൽ ആദ്യത്തെ മഴ. ഇന്നലെ കാട്ടിൽ ആദ്യത്തെ മഴ പെയ്തു. ഇന്നലെ കാട്ടിൽ കന്നിമഴ പെയ്തു. കടുത്ത വേനലിൽ നീർച്ചാലുകൾ വറ്റി വരണ്ടു. നീർച്ചാലുകളെന്ന് വെച്ചാൽ എന്താ? അരുവി പോലുള്ള ചാലുകൾ. ചെറിയ വെള്ളം ഇങ്ങനെ പോകുന്ന ചാലുകളെയാണ് നീർച്ചാലുകളെന്ന് പറയുന്നത്. കടുത്ത വേനലായിരുന്നു അല്ലേ? ആ വേനലിൽ നീർച്ചാലുകൾ എന്ത് ചെയ്തു? വറ്റി വരണ്ടു പോയി. പുഴ നന്നേ മെലിഞ്ഞു. പുഴയ്ക്ക് എന്ത് സംഭവിച്ചു? ആ പുഴ ഭയങ്കര വലിപ്പം ഉണ്ടായിരുന്ന പുഴയാണ്. ഇപ്പം മെലിഞ്ഞു പോയി. എന്ന് വെച്ചാൽ എന്താ? പുഴയിൽ വെള്ളമില്ലാതെ പുഴ ചെറിയ പുഴയായിട്ടാണ് ഇപ്പോൾ ഒഴുകുന്നത്. വണ്ണമൊന്നുമില്ല. മെലിഞ്ഞുണങ്ങിയ ഒരു പുഴ. പച്ചയ്ക്ക് വിളർച്ച. കാട്ടിൽ പച്ചപ്പുണ്ടോ? ഇല്ല, എല്ലാം വിളറി വെളുത്തിരിക്കുക. തീ വീണ കുന്നുകൾക്ക് കരുവാളിപ്പ്. വേനലിൽ ഉണങ്ങിയിരിക്കുമ്പോൾ കുന്നുകളിൽ തീ പടരാറുണ്ട്. അങ്ങനെ തീ പെയ്ത ആ കുന്നുകളിലൊക്കെ കറുകറുത്തിരിക്കുക. ആദ്യം ആരും ശ്രദ്ധിച്ചില്ല. മലമുഴക്കിയും മണ്ണട്ടകളും ഒഴിച്ച് വേറെ ആരും മഴയില്ലാത്തതൊന്നും ശ്രദ്ധിച്ചില്ല. ഒഴിച്ചാണ്? മലമുഴക്കിയും മണ്ണട്ടകളും ഒഴിച്ചു. എന്തുകൊണ്ടാണ് അവരെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്? മലമുഴക്കി എന്ന് പറഞ്ഞാൽ മലമുഴക്കി വേഴാമ്പൽ, നമ്മുടെ സംസ്ഥാന പക്ഷി. മലമുഴക്കി വേഴാമ്പലിനൊരു പ്രത്യേകതയുണ്ട്. അവർ മഴ പെയ്യുമ്പോൾ മാത്രമാണ് വെള്ളം കുടിക്കാറ്. മേലോട്ട് തുറന്നാണ് മഴവെള്ളം വായിൽ നിറച്ചാണ് അത് വെള്ളം കുടിക്കാറ്. അതിനല്ലാതെ വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. അത് മണ്ണട്ടകൾ എവിടെ താമസിക്കുന്നത്? ചെറിയ നനവുള്ള സ്ഥലത്താണ്. നനവില്ലെങ്കിൽ അതിന് നേരെ ജീവിക്കാൻ അതിൻ്റെ ജീവൻ പോകും. കുന്നിൻ മുകളിൽ കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്ക് മഴമേഘങ്ങൾ വന്നു നിറഞ്ഞത് പെട്ടെന്നായിരുന്നു. മഴമേഘങ്ങൾ എങ്ങനെയാണ് വരുന്നത്? ഇതുപോലെ അല്ലേ? പെട്ടെന്ന് ഇരുണ്ട് വരും അല്ലേ? നമുക്കറിയാം. അതെപ്പോഴും കാണുമോ മഴമേഘങ്ങൾ? മഴ പെയ്യുന്നതിന് തൊട്ട് മുമ്പ് പെട്ടെന്ന് വന്ന് മഴമേഘം ഇരുണ്ട് കാണും. അതെങ്ങനെയാണ് വന്നിരിക്കുന്നത്? കുന്നിൻ്റെ മുകളിൽ കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്ക്. ആനക്കൂട്ടത്തിൻ്റെ നിറം എന്താ? കറുപ്പ്. മഴമേഘങ്ങളുടെ നിറവും ആനക്കൂട്ടങ്ങളുടെ നിറം പോലെ. അതുപോലെ തന്നെ ആനക്കൂട്ടങ്ങൾ എന്താ? എപ്പോഴും കുന്നിൻ്റെ മുകളിൽ നിന്നിട്ട് കുറുമ്പ് കാട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടിയൊക്കെ നടക്കും. അതുപോലെയാണ് മഴമേഘങ്ങളും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാറ്റിൽ മഴ ഇരമ്പം കേട്ടപ്പോൾ കരിയിലകളുടെ കലപിലയാണെന്ന് കരുതി. മഴ പെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് മഴ വരുന്നതിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും അല്ലേ? അങ്ങനെ ശബ്ദം കേട്ടപ്പോൾ ആദ്യം എന്താ തോന്നിയേ? കരിയിലകളെല്ലാം കൂടെ സൗണ്ട് ഉണ്ടാക്കുന്നതായിരിക്കാം എന്നാണ് തോന്നിയത്.
കൊമ്പുകളെ പിടിച്ചു കുലുക്കി കാറ്റ് കടന്നു പോയപ്പോൾ അറിഞ്ഞു എവിടെയോ പെയ്യുന്നുണ്ട്. മരത്തിൻ്റെ കൊമ്പുകൾ പരസ്പരം കാറ്റിൽ ഇങ്ങനെ കിടന്നാടി. ചെറിയൊരു നേർത്ത, ചിലപ്പോൾ തണുത്ത കാറ്റ് വന്നപ്പോൾ മനസ്സിലായി എവിടെയോ മഴ പെയ്യുന്നെന്ന് മനസ്സിലായി. കാറ്റിൻ്റെ രണ്ടാം വരവിൽ ആദ്യ തുള്ളികളും എത്തി. ആദ്യത്തെ കാറ്റിൽ എവിടെയോ പെയ്യുന്നെന്ന് മനസ്സിലായി. പക്ഷേ രണ്ടാമത്തെ കാറ്റിൻ്റെ വരവിൽ ആദ്യമായിട്ട് മഴത്തുള്ളികളെയും കൊണ്ടിട്ടാണ് ആ കാറ്റ് വന്നത്. ഇലച്ചാർത്തുകൾ ഏറെ നേരം പ്രതിരോധിച്ചു. ഇലച്ചാർത്തുകളെന്ന് വെച്ചാൽ ഇലകളുടെ കൂട്ടം കേട്ടോ. ഇലകളുടെ കൂട്ടങ്ങൾ ഏറെ നേരം പ്രതിരോധിച്ചു. പിന്നെ ആകാശവും ഇലകളും കാട്ടിലേക്ക് പെയ്തിറങ്ങി. ഇവിടെ കഠിനമായിട്ടുള്ള മഴയാണ് കാണിച്ചിരിക്കുന്നത്. ആദ്യം ഇലകൾ എന്ത് ചെയ്തു? നോക്കി, അങ്ങനെയൊക്കെ നിൽക്കാൻ നോക്കി. പക്ഷേ മഴയുടെ കാഠിന്യം കൊണ്ടിട്ട് ഇലകളൊക്കെ തറയിലേക്ക് വീണു. ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിയിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു. പുഴയോരത്തെ പാറക്കെട്ടുകൾക്കിടയിലുള്ള സാമാന്യം വലിയ ഗുഹ. അതിൻ്റെ സുരക്ഷിതത്വത്തിൽ ചുള്ളിവിറകുകൾ എരിഞ്ഞു തുടങ്ങിയപ്പോൾ പുറത്ത് കാറ്റിന് പേ പിടിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ കാട്ടിൽ ഒരു ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം കിട്ടാതെ അലയുവാണല്ലേ. അവസാനം നോക്കിയപ്പോൾ ഒരു വലിയ ഗുഹയുണ്ട്. പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഒരു വലിയ ഗുഹ കണ്ടു. അതിൻ്റെ അവിടെ ഒളിയിടം കണ്ടെത്തി. അതിൻ്റെ സുരക്ഷിതത്തിൽ ചുള്ളി വിറകുകൾ എരിഞ്ഞു തുടങ്ങിയപ്പോൾ പുറത്ത് കാറ്റിന് പേ പിടിച്ചു തുടങ്ങിയിരുന്നു. ചുള്ളി വിറകുകൾ എരിഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോഴും പക്ഷേ കാറ്റ് ഭയങ്കരമായിട്ട് അടിക്കുന്നു. എവിടെയോ മരങ്ങൾ ഒടിഞ്ഞമരുന്നതിൻ്റെ ശബ്ദം, മൃഗങ്ങളുടെ അപായ സൂചനകൾ, ചിഹ്നം വിളികൾ, കനത്ത കാലടികൾ, കുഴമണ്ണിലൂടെ അതിദ്രുതം പായുന്നതിൻ്റെ പ്രതിധ്വനി. എവിടെയൊക്കെയോ മരങ്ങളിങ്ങനെ കാറ്റിന് പേ പിടിച്ചിരിക്കുക അല്ലേ. അതായത് കാറ്റ് അത്രത്തോളം ശക്തമായിട്ട് അടിക്കുക. അങ്ങനെ ശക്തമായിട്ട് അടിക്കുമ്പോൾ മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നുണ്ട്. മൃഗങ്ങളെല്ലാം കൂടെ പേടിച്ച് പരസ്പരം ബഹളം ഉണ്ടാക്കുന്നു. ആനകളുടെ ചിഹ്നവിളി കേൾക്കുന്നു. ഓരോ മൃഗങ്ങളും വേഗതയിൽ ഓടുന്നതിൻ്റെ ശബ്ദം, ഇങ്ങനെ പ്രതിധ്വനി, മാറ്റൊലി നമുക്ക് കേൾക്കാം. മഴത്തുള്ളികളുടെ സംഗീതം ഗർജനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ചെറിയ മഴയിൽ നിന്ന് മഴ വളരെ കനത്തു എന്നും മനസ്സിലാക്കാം. അത്രത്തോളം ഗർജനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആദ്യം മഴ തുടക്കത്തിൽ സംഗീതമായിട്ട് പെയ്ത മഴ ഇപ്പോഴും ഭയങ്കര കഠിനമായിട്ട് പെയ്യുന്നു. മണ്ണട്ടകൾ എപ്പോഴേ പാട്ട് നിർത്തി. ഇതുവരെ മഴയില്ല എന്ന് വിഷമിച്ചിരുന്ന മണ്ണകട്ടകൾ ഇത്രത്തോളം മഴ പെയ്തപ്പോൾ അവരും പാട്ട് നിർത്തി. അപായ സൂചനകളില്ല, ചിഹ്നം വിളികളില്ല, കാൽപ്പെരുമാറ്റങ്ങളില്ല. കാറ്റിൻ്റെ അലർച്ചയും മഴയുടെ മുരൾച്ചയും മാത്രം. അപായ സൂചനകളൊന്നും കേൾക്കാനില്ല, ചിഹ്നം വിളികളൊന്നും കേൾക്കാനില്ല, കാലിൻ്റെ പെരുമാറ്റങ്ങളൊന്നും കേൾക്കാനില്ല. ആകെപ്പാടെ ഉള്ളത് കാറ്റിൻ്റെ ശബ്ദവും മഴയുടെ ആ ഒരു ശബ്ദവും മാത്രം. പുഴയ്ക്ക് ജീവൻ വച്ച് തുടങ്ങിയിരിക്കുന്നു. നമ്മൾ പറഞ്ഞു അല്ലേ, പുഴ മെലിഞ്ഞുണങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴോ പുഴയ്ക്ക് ജീവൻ വച്ചു. പുഴയുടെ നിറം തുടുത്തു. മഴ സമയത്ത് നമുക്കറിയാം പുഴയുടെ നിറം എന്തായിരിക്കും? ചായയുടെ കളറായിരിക്കും. അതുവരെയും വെള്ള പാല് പോലെ ഒഴുകുന്ന പുഴയ്ക്ക് മഴ പെയ്ത് കുത്തൊലിച്ച് വരുന്ന പുഴയുടെ നിറം ചായയുടെ നിറമാണ്. കുന്നിനും മേട്ടിലും നിന്നായി 100 നീർച്ചാലുകൾ പുഴയിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ട്. കുന്നിൽ നിന്നും കാട്ടിൽ നിന്നുമൊക്കെ കുറേ ഇങ്ങനെ നീർച്ചാലുകൾ വരുന്ന വെള്ളമെല്ലാം പല നീർച്ചാലുകളായിട്ട് പുഴയിലേക്ക് വരുന്നുണ്ട്. ഇരുട്ട് ശബ്ദം മാത്രമായിരുന്ന അവ നിലാവുദിച്ചതോടെ കാഴ്ചകളുമായി. മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി. ഇവിടെ കാറ്റിൻ്റെ മഴയുടെ ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നിലാവുദിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം എന്തായിരുന്നു? കാറ്റിൻ്റെ അലർച്ചയും മഴയുടെ മുരൾച്ചയും മാത്രമായിരുന്നു. പക്ഷേ ഇപ്പം നിലാവ് ഉദിച്ചു തുടങ്ങിയിരിക്കുന്നു. നിലാവ് ഉദിച്ചു തുടങ്ങിയപ്പോൾ ആ നിലാവിലൂടെ പെയ്തിറങ്ങുന്ന ആ മഴ കാണാൻ നല്ല ഭംഗിയായി. പച്ചപ്പുകൾക്കിടയിൽ മിന്നാമിനുങ്ങളുടെ കൂട്ടം. മഴ പെയ്ത് കഴിയുമ്പോൾ
പെട്ടെന്ന് ആ ഭൂമിയിൽ പച്ചപ്പുകൾ വരുന്നത് അല്ലേ. നമ്മളിപ്പം ചിന്തിച്ചാൽ മതി, വേനലായിരിക്കുമ്പോൾ കരിഞ്ഞുണങ്ങിക്കിടക്കുന്നത് കരിഞ്ഞുണങ്ങിക്കിടക്കുന്ന ഭൂമിയിൽ ഒരു മഴ പെയ്യുന്നതോടെ അതിൻ്റെ അടുത്ത ദിവസം തന്നെ പച്ചപ്പുകൾ പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്നതായിട്ട് കാണാം. ആ പച്ചപ്പുകൾക്കിടയിൽ മിന്നാമിനുങ്ങളുടെ കൂട്ടം. മിന്നാമിനുങ്ങളും ഇപ്പം ഹാപ്പിയായി. നിലാനിറമാർന്ന മഴയ്ക്ക് പുഴയുടെ പശ്ചാത്തലവും മിന്നാമിനുങ്ങളുടെ അലങ്കാരവും. മഴയ്ക്കിപ്പോൾ എന്താണ്, മിന്നാമിനുങ്ങളും കൂടെ അതിന് പ്രകാശം നൽകുന്നുണ്ട്. ഇടിമിന്നൽ ചാലുകൾ ഇടയ്ക്ക് കാട്ടിലേക്ക് വന്ന് പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ചു. ഇടിമിന്നൽ നമുക്കറിയാമല്ലേ, നമുക്ക് പേടിയാണെങ്കിലും നമുക്ക് മിന്നലുകളും ഇടിയും ഒക്കെ പേടിയാണ്. പക്ഷേ അതിങ്ങനെ വരുന്നത് കാണാൻ എന്ത് രസമല്ലേ. പല പല ചിത്രങ്ങൾ, ഓരോ മിന്നലിനും ഓരോ ചിത്രങ്ങളാണ് ഭൂമിയിൽ വരയ്ക്കുന്നത്. അങ്ങനെ കാട്ടിലിൻ്റെ ഇടയിൽ കൂടെ മിന്നൽ ചാലുകൾ പല പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ചു. മഴയ്ക്ക് മുൻപേ നിലാവ് പെയ്തു തീർന്നു. മഴയും തീർന്നതോടെ കാടിനും പുഴയ്ക്കും അവയുടെ ശബ്ദങ്ങൾ തിരിച്ചു കെട്ടി. പുലർന്നതോടെ വർണ്ണങ്ങൾ. നിലാവ് പോയി, മഴ മാറി. മഴ മാറിയപ്പോൾ കാടിൻ്റെ ശബ്ദം കേൾക്കാം, പുഴയുടെ ശബ്ദം കേൾക്കാം. അവയ്ക്ക് നിശബ്ദമായിരുന്ന അവയുടെ ശബ്ദങ്ങൾ ഇപ്പോൾ തിരിച്ച് ലഭിച്ചു. കാട്ടിൽ കന്നിമഴ യൗവനമാണ് കൊണ്ടുവരുന്നത്. കാട്ടിൽ കന്നിമഴ, ആദ്യത്തെ മഴ. ഇതുവരെയും കരിഞ്ഞുണങ്ങിയിരുന്ന കാട്ടിൽ ആദ്യത്തെ മഴ ഒരു യൗവനം കൊണ്ടുവരികയാണ്. അത്രത്തോളം യൗവനകാലത്താണ് ചേട്ടന്മാരെയും ചേച്ചിമാരെയും നോക്കിയാൽ മതി. ഈ യൗവനകാലത്ത് അവർ കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേ. ആ കന്നിമഴ വന്നതുപോലെ അത് ഒരു കാടിന് യൗവനം കിട്ടിയെന്നാണ് പറയുന്നത്. പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകുന്നു. പുഴ അതുവരെയും മെലിഞ്ഞുണങ്ങി വന്ന പുഴ, മഴ പെയ്തപ്പോൾ കുത്തിയൊഴുകി പാഞ്ഞ പുഴ. പക്ഷെ ഒരു രാത്രി കഴിഞ്ഞപ്പോൾ പുഴയും സുന്ദരിയായി. ഒത്തിരി വെള്ളം നിറഞ്ഞു. കരിഞ്ഞുണങ്ങിയ കുന്നിൻപുറങ്ങളിൽ പുൽനാമ്പ് കിളർക്കുന്നു. കുന്നിൻപുറങ്ങൾ കരിഞ്ഞുണങ്ങി കിടന്നില്ലേ, കറുത്ത കുന്നിൻപുറങ്ങൾ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ. ഇപ്പം കുന്നിൻപുറങ്ങളിൽ ചെറിയ പുല്ലുകൾ കിളിർക്കുന്നു. വിളർച്ച വീണ്ടും പച്ചയാകുന്നു. ഇതുവരെ വിളർച്ചയായിരുന്നു, അതിപ്പം പച്ചയാകുന്നു. പച്ചത്തളിരിൻ്റെ ചോപ്പാകുന്നു. ഈ സോമനാഥൻ്റെ ഇലകളിൽ ചൂരുന്ന ആകാശം. എന്ത് ഭംഗിയായിട്ടാണ് കാട്ടിലെ മഴ എന്ന ആ ഒരു പാഠം രചിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പാഠഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിന് കാണാം. എല്ലാവരും ഇത് 1-2 പ്രാവശ്യം വായിക്കുക കേട്ടോ.